ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽബോയ് ഗെയിമർ. അപ്പം ഇന്ന് നമ്മൾ 2 ഓൺലൈൻ മാച്ചസ് കളിക്കാൻ പോവാണ് ഡ്രീം ലീഗ് സ്കോറിൽ. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് 20 വ്യൂസും 6 സബ്സ്ക്രൈബറും. ഗൈസ്, എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല? സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. അപ്പം അതുപോലത്തെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കേട്ടോ, ലൈക്കും ചെയ്യുക. അപ്പം നമ്മൾ നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടീം. എംബാപ്പെ, മെസ്സി, ലിയോ, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മൾ ഈ ടീം വെച്ച് 2 ഓൺലൈൻ മാച്ചസ് കളിക്കാൻ പോവാണ് ഗൈസ്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഗൈസ് അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഗൈസ് എൻ്റെ എതിരാളി. ഞങ്ങൾക്ക് രണ്ടൊക്കെ കോമൺ ആയിട്ടുള്ള അലിസൺ ബക്കറ 2 പേർക്ക് കോമൺ ആയിട്ടുള്ള അങ്ങനെയുണ്ട് ഗൈസ് പേര്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് എൻ്റെ നെറ്റ് സ്ലോ ആണ് ഗൈസ്. ഒന്ന് സെറ്റായി. ഫസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഗൈസ് എൻ്റെ. എന്തായാലും പിടിച്ചവന്മാർ. हमारा आते ट्राई പോയി ഗൈസ്. ജയിക്കോ തോക്കോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ജയിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അവൻ പ്രഷറിലാണ് ഗൈസ്. പ്രഷറിലായതുകൊണ്ട് എനിക്കറിയാം. അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ എനിക്ക് റെഡ് കാർഡ് ഉറപ്പായിരുന്നു. ഓ ഗൈസ്, എംബാപ്പയ്ക്ക് ഒരു ഉഗ്ര ചാൻസ് ആണ് ഗൈസ് കിട്ടിയത്. എംബാപ്പെ, ഓ ഗൈസ്, പോസ്റ്റ് തട്ടി ഗൈസ്. ഔട്ട്സൈഡ്. അതവൻ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ഷോട്ടൊക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് അടിച്ചില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രീം ലീഗിൻ്റെ ഫ്രണ്ട്ലി മാച്ചൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓൺലൈൻ മാച്ചല്ല, ഫ്രണ്ട്ലി മാച്ച്. ഞാനും എൻ്റെ ഫ്രണ്ടായിട്ട് കളിക്കുന്ന വേണം ഇടാം. അപ്പം താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അവൻ സ്കോർ ചെയ്തു ഗൈസ്. അവൻ ഗിലീഷിനെ വെച്ച് സ്കോർ ചെയ്യും. അപ്പം നമുക്ക് ഹാഫ് ടൈമാണ് ഗൈസ്. ഗൈസ് എൻ്റെ കൈ തട്ടി ഒന്ന് മാറിപ്പോയി ഗൈസ്. വാ, ഞാൻ തോറ്റു ഗൈസ്, ഞാൻ തോറ്റു. നമുക്ക് ഒരു കളി അവിടെ കളിക്കാം. മറ്റേത് കൂട്ടത്തില്ല ഗൈസ്, കാരണം ഞാൻ നെറ്റ് കട്ടായി തോക്കുമായിരുന്നു. ഞാൻ കൂട്ടില്ല. ഞാൻ ജയിച്ച ശരിയായില്ല. ചെയ്യുന്നില്ല.
ഗായ്സ് എനിക്കെതിരെ വന്ന ടീം ഉണ്ട് ഗൈസ്. ഔട്ട് പ്ലീസ് TK. ഫുള്ള് ബ്ലോക്ക് ഗൈസ്. വാ മൈ ഗോഡ്. ഇമാരുടെ സ്പീഡ് അതുപോലെ ആണെങ്കിൽ എന്ത് ചെയ്യണം എനിക്കറിയില്ല. എന്തായാലും തോക്കുമായിരിക്കും. കളിക്കുന്നല്ലോ വലിയ ഇന്ന മര്യാദ. പിന്നെന്താ കൊടുക്കാത്ത കേസ്? അവൻ കൊടുക്കുന്നില്ല. കൊടുത്ത് കേസ്. നിങ്ങൾക്ക് ഫ്രണ്ട് മാച്ചൊക്കെ വേണേൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗുഡ്. എൻ്റെ ഏറ്റവും കട്ടായി കേസ്. അവിടെ ഷോർട്ട് തന്നെ അടിക്കാൻ കഴിയാൻ. ഓ കേസ് അവനെന്തിനും ഇടയ്ക്കിടയ്ക്ക് ഈ ബാക്ക് അടിക്കുന്നു, ക്രോസ് ചെയ്യുന്നു. എനിക്കത് അറിയുമ്പോൾ കേട്ടേ അവൻ ലോഡ് ചെയ്ത്. അവിടെ എല്ലാവരും ബ്ലാക്കാണ് കേസ്. അതാ ഞാൻ ആലോചിക്കുന്നത്. അലിസാൻ ഉൾപ്പെടെ എല്ലാവരും ഇതെൻ്റെ എൻ്റെ എന്ത് കോപ്പായി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോസ് അടിച്ചോളുക. ഇനി ഞാൻ ബാക്ക് അടിച്ചെൻ്റെ ഇന്ന് ഉറപ്പാ. അല്ല അങ്ങനെങ്കിൽ ഗൈസ് എൻ്റെ ഏറ്റവും കേട്ടോ. ഗോൾ ഗായ്സ്. മെസ്സിയുടെ ഗോൾ ഗായ്സ്. മെസ്സിയുടെ ഗോൾ. ലയണൽ മെസ്സിയുടെ ഗോൾ. ഞാൻ 1 മുട്ടയ്ക്ക് നമ്മൾ ലീഡിലായിരിക്കുന്നു ഗൈസ്. 40 മിനിറ്റും എംബാപ്പേ. ആഹാ വാട്ട് എ ഗോൾ. ഹീൽ ഗോൾ ഗൈസ്. ബാക്ക് ഹീൽ ഗോൾ. അപ്പോൾ അടുത്ത ഗോൾ നമ്മൾ അടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓട്ടമുണ്ടെന്നാണ് കളിക്കുക. എംബാപ്പയുടെ ഒരു ലോങ് റേഞ്ചാണ് നിങ്ങൾ കണ്ടത്. ആകാശവാണം 2.2 പോകുന്നു. എംബാപ്പേ ഗോൾ സ്കോർ ചെയ്യുന്നു ഗൈസ്. 3 മുട്ടയാവുന്നു. ടച്ച് ചെയ്യുന്നുണ്ട്, കളിക്കുന്നില്ല. അതാ എനിക്ക് മനസ്സിലാകാത്തത്. നെറ്റില്ലാണ്ടാണോ അതോ അവൻ എന്നെ ജയിപ്പിക്കാനായിട്ടാണോ? ഓഫ് ഗുഡ് ട്രൈ ഗൈസ്. കണ്ട ഗൈസ് ഇവൻ അടിക്കുന്നുണ്ട്. ഇവൻ ആരാ എൻ്റെ എതിരെ കളിക്കുന്നതെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണേ. ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അവനെല്ലാവരും മാക്സ് ആണ് ഗൈസ്. അവന്മാരുടെ സ്പീഡൊന്നും എൻ്റെ പ്ലെയറിന് 4 ആവത്തില്ല ഗൈസ്. അപ്പം കണ്ട കേസ് അവൻ ഈ ബോൾ ഇവിടെ വന്ന് നിർത്തുക. എനിക്ക് എന്താ പറയുന്നത്. എന്തായാലും നമ്മുടെ കാര്യം നോക്കും. നമ്മളടിക്കും. പിച്ച് തന്നാലും പിച്ച് തന്നില്ല അല്ല കേസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്യണം കേസ്. 37 മിനിറ്റ് ഹാഫ് ടൈം ആയപ്പോൾ നമ്മൾ 4 മുട്ടയ്ക്ക് ലീഡിലാണ് കേസ്. ഓ മെസ്സി. അവൻ എന്തിനാണ് കേസ് എനിക്ക് കിട്ടിയായിരുന്നേ ബോളല്ല. നോക്ക് കേസ്. ഇപ്പം എനിക്കായിരിക്കും കിട്ടിയായിരുന്നേ. നോക്ക് കണ്ടോ കേസ്. കണ്ടോ കേസ്. ഇത് ആരാണ് എനിക്കെതിരെ കളിക്കുക? ഇതാളെ കളിയാക്കുന്നോ? എന്നെ ജയിപ്പിക്കാനായിട്ടാണ് കേസ് ഇവൻ കളിക്കുന്നത്. ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന്. തിരിച്ചിടുമെന്ന് നോക്കാം. എന്തിനാണ് അവൻ ഇങ്ങനെ കളിക്കുന്നത്? എന്നാൽ പിന്നെ കളിക്കായിരുന്നു ഇവിടെ.
എന്ത് കളിയാണ് കേസ് ഈ കളിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇല്ല കുഴപ്പം വല്ലതും ഉണ്ടോ ഞാൻ ഇങ്ങനെ കളിക്കുന്നത്? കളി ഇങ്ങനെ കണ്ടിരുന്ന നമുക്ക് ഗൈസ് കണ്ട അവന് നെറ്റ് ഉണ്ട് ഗൈസ്. അവനെ അറിഞ്ഞോണ്ട് തോക്കുവോ? അറിഞ്ഞോണ്ടവൻ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവനാണ് ഉരുട്ട് കിട്ടും തരും ഗൈസ്. ഇല്ല അവൻ അടിച്ചിട്ടുണ്ട്. എന്തിനാ അവൻ ഇങ്ങനെ കളിക്കുന്ന? പിന്നെ എക്സിറ്റ് ആയി പോയാ പോരെ. റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ. ഡെബ്രൂണേ അങ്ങനെ അങ്ങനെയാണോ? അപ്പൊ ഗൈസ് നമുക്ക് പാസിങ് അറിയാം. അവൻ തട്ടിയിട്ട് എനിക്കൊരു കേസ് എടുത്തിട്ട് അവൻ സ്വന്തമായിട്ടൊന്ന് അടിച്ചുകൂടെ? അങ്ങനെ 6 മുട്ടയ്ക്ക് നമ്മൾ ജയിച്ചിരിക്കുന്ന കേസ്. ഇത് ഞാൻ ചെയ്യുവാന്ന് പറയത്തില്ല കേസ്. ഒരുമാതിരി ഇവനെന്ത് എനിക്ക് വിട്ടേണ്ട ആവശ്യം എന്തുവാ? മര്യാദയ്ക്ക് അവന് കളിച്ചുകൂടെ? ഇതൊട്ടും ഇഷ്ടമല്ല ഗൈസ്, ഒട്ടും. ഗൈസ് അടുത്ത നോക്കാം ആരാ വരുന്നതെന്നുള്ളത്, എത്തരത്തിലുള്ള ആളായിരുന്നു. അപ്പം പുൽവാരി 11. ഓക്കെ, നമ്മൾ കുറേ കളി ജയിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഫോം തിരിച്ചു കിട്ടുക, എന്നെക്കൊണ്ട് അങ്ങനെയെങ്കിലും ഉപയോഗം ഉണ്ടാവും. നല്ലോണം കളിക്കണേ. എനിക്ക് ഇതുപോലുള്ളവനെയാണ് കേസ് വേണ്ടത്. ഓ മെസ്സിയെ പൊട്ടിക്കാനായില്ല ഇതുവരെ. അത് കുറച്ച് ഓടിപ്പോയി, സ്കില്ലായിപ്പോയി. ഗായ്സാണ് എന്നെ ആക്കി കളിക്കാൻ. ഗായ്സ് അത് കറക്റ്റ് ഫൗളാ. അവൻ്റെ ആലീസനെ തെളിവിടാറായി വാഴ.
പെനാൽറ്റി ഗൈസ്, പെനാൽറ്റി. നമ്മുടെ റാഫേൽ ലിയോ ആണ് ഗൈസ്. ലിയോ പക്ഷെ നമുക്ക് അവൻ്റെ കീപ്പർ സേവ് ചെയ്തു. അങ്ങനെ പെനാൽറ്റി മിസ് ചെയ്തേക്കുന്നു ഗൈസ്. ഗൈസ് അപ്പം കളി 37 മിനിറ്റ് ആരും ഗോൾ അടിച്ചില്ല. നമുക്കൊരു ഗോൾ അടിക്കാം. അവനെ അടിക്കണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികം ഗൈസ്, എൻ്റെ മുന്നേ ഒരു വലിയ കോമന്മാരൊക്കെ വന്നതിന് ഞാനായാലും പതറിപ്പോവും. അതുപോലെ അവൻ്റെ ഒരു കൊച്ചു ടീമാണ് ഗൈസ്. അതിൻ്റെ മുന്നേ നമ്മൾ വന്ന് കഴിയുമ്പോൾ ആരായാലും അത് കാണത്തില്ല. അതുപോലെയാണ് അവനിപ്പോൾ. ബട്ട് ദാറ്റ് ഈസ് എ ഗോൾ. ആൻഡ് ഗൈസ്, കിലിയൻ എംബാപ്പെ ഗോൾ അടിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി. ആഹ്ലാദിപ്പിൻ. ഇപ്പം ടീമിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഫസ്റ്റ് പിന്നെ വിനീഷ്യസിനെ കൊണ്ടുവരാം. റൈറ്റ് വിങ്ങിലേക്ക് റോഡ്രിഗിനെ കൊണ്ടുവരാം. അറ്റാക്കിലേക്ക് ഗ്രീസ്മാനെയും സിൽവയും കൊണ്ടുവരാം. സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് ഡെബ്രൂണെ വെച്ചിട്ട് നമ്മുടെ മെക്കനെയും കൊണ്ടുവരാം. റൈറ്റ് ബാക്കിലേക്ക് വീവിനെയും കൊണ്ടുവരാം. പറ്റത്തില്ല, ബോൾ പൊസിഷൻ ഹോൾഡ് ചെയ്താലോ ഗൈസ്. ചെറിയൊരു മണ്ടത്തരം കാണിച്ച ചെറുതായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അത്രയ്ക്കാണ് അവിടെ ഇറക്കാം. ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ കളിക്കാൻ റെഡിയായി വന്നേക്കുന്നു. ഡിഫൻസിൽ ചെറിയ ക്യാപ്പ്. ആ ഗോൾ കണ്ടോ അവൻ അടിച്ചേ. ഇച്ചിരി ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആയി. ഇച്ചിരി അല്ല, കുറച്ചേറെ ആയി. അതായിപ്പോൾ എനിക്കിത് വന്ന്. ഗൈസ്, ഓപ്പണന്റ് പിന്മാറി. ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ ഏത് ഗെയിം വേണോ അടുത്ത് കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് മാച്ച് വീഡിയോ ഡ്രീം ലീഗിൻ്റെ വേണമെങ്കിൽ അതും താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനും പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം ഹെൽബോയ് ഗെയിമർ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഗൈസ് കേട്ടോ. ഇതെല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.